അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ ഒരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ അല്ല, ഖുലഫാഉ റാഷിദീങ്ങളെ പിന്തുടരുന്ന ആളുകൾക്ക് പറ്റിയ മാർഗമല്ല. അവർക്കാർക്കും അവരിൽ നിന്ന് അങ്ങനെ ഒരു ചര്യ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ പറയും, ഞങ്ങളിങ്ങനെ വാപ്പക്കാണ്ണന്മാരായിട്ട് ഇവിടെ ജീവിച്ചു വന്ന ആളുകളാണ്. നിങ്ങൾക്കറിയോ അള്ളാഹിൻ്റെ പ്രമാണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, അള്ളാഹിൻ്റെ വഹി ഒരു ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ, അതൊക്കെ വിട്ടിട്ട് ഞങ്ങൾക്ക് വാപ്പക്കാണ്ണന്മാരെ മതി എന്ന് പറയുന്ന ആളുകൾ അവർ വിശ്വാസത്തിൻ്റെ വക്താക്കളായിരുന്നില്ല എന്ന് എൻ്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. ലോകത്തിൽ ഒന്നാമത്തെ മുർസലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബി ജനങ്ങളോട് പറയാൻ അള്ളാഹിൻ്റെ തൗഹീദാണ് പറയണേ, അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്നാണ്. 23 അധ്യായത്തിൻ്റെ 23, 24 ആയത്താണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹനെ നിങ്ങൾ ആരാധിക്കണേ, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനുമില്ല എന്ന് നൂഹ് അലൈഹിസ്സലാം അവരോട് പ്രബോധനം ചെയ്യുമ്പോൾ അവരിൽപ്പെട്ട കാഫിരീങ്ങളായ ആളുകൾ നൂഹ് നബിയോട് പറഞ്ഞ വാക്കെന്താണ്? നീ നൂഹ് നമുക്കിടയിലൂടെ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, നമ്മുടെ പൂർവികരാകുന്ന വാപ്പക്കാണന്മാരൊന്നും ഇങ്ങനെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ വാപ്പക്കാണന്മാരൊന്നും ഇങ്ങനെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ല എന്ന് അന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തെ കാഫിരീങ്ങളാണ്. നൂഹ് നബി എന്താ പറഞ്ഞേ? അള്ളാഹനെ മാത്രം ആരാധിക്കുക. ഇനി മൂസ അലൈഹിസ്സലാം വന്നു, ഫിറൗനിന്റെ കൊട്ടാരത്തിൽ വന്നു, ഫിറൗനുമായി വാഗ്വാദം നടന്നുകൊണ്ടിരിക്കാൻ. അപ്പൊ ഫിറൗൻ ചോദിച്ചു, അല്ല മൂസ, നീ പറയണ റബ്ബാര? റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്ന് മൂസാ നബി പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടിപ്പോയ ഫിറൗൻ്റെ ഒരു ചോദ്യമുണ്ട്, ഫമാ ബാലുൽ ഖുറൂനിൽ ഊലയാവും, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താ? അപ്പൊ മൂസാ നബി പറഞ്ഞൊരു മറുപടി, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസ, അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഒരു രേഖയിലുണ്ട്, എൻ്റെ അള്ളാഹ്ക്ക് പഴക്കൂല, അവന് മറവി സംഭവിക്കില്ല. സൂറത്ത് ത്വാഹ 54 മുതൽ 56 വരെയുള്ള ആയത്താണ്. ഇനി പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രബോധനത്തിന് വന്ന് അവരോട് പറഞ്ഞെന്താണ്? ഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസൽനാ വഇല റസൂൽ, അല്ലാഹുവിലേക്ക് വരണേ, റസൂലിലേക്ക് വരണേ എന്നവരോട് പറയുമ്പോ ഖാലു, അവരെ പറയുന്നുണ്ട്, ഹസ്ബുനാ, ഞങ്ങൾക്കിത് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പക്കാണന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹ് ചോദിക്കാ, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചിട്ടില്ലെങ്കിലും അവർക്കൊന്നും അറിയില്ലെങ്കിലും അവർ പറയെന്താ, ഞങ്ങൾക്ക് അവരെ മതിയെന്നാണ്. നമ്മുടെ ആൾക്കാരൊക്കെ വേദന തോന്നും ചിലപ്പോൾ, എൻ്റെ ബാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിൽ പൊക്കോട്ടെ, എൻ്റെ ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞാൻ ഒക്കെ ദുനിയാവിൽ പറയും. പരലോകത്ത് പോയാൽ പരാജയപ്പെട്ട മനുഷ്യൻ എന്താ പറയാന്നറിയോ? സൂറത്ത് മആരിജിൽ അല്ലാഹ് പഠിപ്പിച്ചത്, ലോകത്തുള്ള മുഴുവൻ ആളുകളെ നരകത്തിലിട്ടാലും വേണ്ടില്ല, എന്നെ രക്ഷിക്കുന്ന. പ്രിയമുള്ളവരെ, അങ്ങനെ വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒക്കെ എന്നും സത്യത്തിനെതിരെ വാപ്പക്കാരണന്മാരെ മതി, ഖുർആൻ വേണ്ട എന്ന് പറഞ്ഞത് ആരാൻ? കാഫിരീങ്ങളാണ്, നിഷേധികളാണ്. പ്രമാണം മതി എന്ന് പറഞ്ഞ വിശ്വാസികൾ. അതിൻ്റെ അർത്ഥം നമുക്ക് പൂർവികരെ വേണ്ട എന്നാണോ? അല്ല, പൂർവികരെ വേണം. ഏത് പൂർവികർ? റസൂലും സ്വഹാബത്തുമാകുന്ന പൂർവികരുടെ പാതയാണ് നമുക്ക് വേണ്ടത് എന്ന്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യകൂന ഫീ ആഖിരിസ് സമാൻ, അവസാന കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നതാണ് ദജ്ജാലൂന കദാബൂന, കള്ളം പറയുന്ന ദജ്ജാലുകൾ കടന്നു വരുമെന്നാണ്. യഅ്തൂനകും മിനൽ ഹദീസ്, ഒരുപാട് സംസാരങ്ങളുമായി കടന്നു വരുമ്പോ ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, സ്വഹാബാ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങളുടെ പൂർവിക പിതാക്കന്മാർക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആശയങ്ങളുമായി കടന്നു വരുമ്പോ ഫഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലാ യുളില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ
ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോട്. സ്വഹാബാ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങളുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത, പ്രിയമുള്ളവരെ, സ്വഹാബത്തിന് ഉയർത്തിവെച്ച കബറിന്റെ ചാര വന്ന് പട്ടുമൂടാൻ അറിയില്ല. സ്വഹാബത്തിന് ഉയർത്തിവെച്ച കബറിന്റെ ചാര നിലവിളക്ക് കൊളുത്തി പരിചയമില്ല. സ്വഹാബത്തിന് ജാറത്തിന്റെ വടെ ജാറം മൂടിയിട്ട് പരിചയമില്ല. സ്വഹാബത്തിന് ഉറൂസ് നടത്തി പരിചയമില്ല. സ്വഹാബത്തിന് റബീഉൽ അവ്വൽ 12 പരിചയമില്ല. സ്വഹാബത്തിന് ഹദ്ദാദ റാത്തീബുകളെ പരിചയമില്ല. സ്വഹാബത്തിന് കുത്തുബിയത്തും കുത്താറാത്തീബും പരിചയമില്ല. നോക്കണേ, ഇതെന്റെ വാക്കല്ല, എന്റെ വാക്കല്ല. ചിന്തിക്കുന്നവരെ ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹിൻ്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിചാരിച്ചൊക്കെ, ഇതൊക്കെ ശരിയെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. കുത്തുബിയത്ത് ശരിയാണ്, റബീഉൽ അവ്വൽ 12 ശരിയാണ്, മാല മൗലൂദുകളൊക്കെ ഇന്ന് പാടണ രീതിയൊക്കെ ശരിയാണ്, ആയുധമെടുത്ത് ശരീരത്തിൽ കുത്തണ കുത്താറാത്തീബൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതൊക്കെ നന്മയുടെ ഏടുകളാണെന്നും വിചാരിക്കുക. നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ കോടതിയിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ നന്മയുടെ ഏടുകളൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തൊക്കെ ഒരു ഭാഗത്തും 2023-24 നമ്മുടെ കാപ്പിൻ്റെയും പ്രാന്തപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഒരു ഭാഗത്തും ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ നബിയോടൊക്കെ റസൂലേ, ഇതെന്താ ഇവിടുത്തെ ഈ കാപ്പിലുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന കുത്തുബിയത്ത്, കുത്തറാത്തീബ്, മുഹിയുദ്ദീൻ മാല, റിഫായി റാത്തീബ്, ഇങ്ങനെ കുറേ മജ്ലിസുന്നൂർ, മഹദറത്തുൽ ബദരിയ, ഇതൊന്നും എന്താ റസൂല് ഞങ്ങളുടെ ഇടയിലില്ലാത്ത? അവർക്ക് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അബൂബക്കർ ഉമറേ, അതൊക്കെ മഹത്തായ പുണ്യകർമ്മങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് എന്ന് പറയണ ഒരു ഗതികേട് അള്ളാഹിൻ്റെ ദീനിനുണ്ടാവും നിങ്ങൾ വിചാരിക്കണുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങളുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത, നിങ്ങൾക്ക് ഓരോറ്റ സഹാബ പോലും റബീഉൽ അവ്വൽ 12 റാലിക്ക് ഇറങ്ങിയിട്ടില്ല. അവരാരും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത പുതിയ പുതിയ പലതും കൊണ്ടുവരും. 2010 നിബിധനല്ല 2020 2020 നിബിധനല്ല 2024 മാറ്റങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. നിങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നവരെ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെ. ഒരു 30 കൊല്ലം മുമ്പ് നമ്മുടെ ഈ മുട്ടംകുളങ്ങരയിലൊന്നും പരിചയമില്ലാത്ത എന്തൊക്കെ ആചാരങ്ങളാണ് 30 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ കടന്നു വരണേ. മാറ്റങ്ങൾക്ക് വിധേയാണ്. പക്ഷെ വിജയിക്കണോ? അള്ളാന്റെ സ്നേഹം വേണോ? മുത്തുനബിയെ പിന്തുടരണേ, അള്ളാന്റെ ഹബീബിനെ അനുസരിക്കണേ. ആ അനുസരിക്കപ്പെടേണ്ടുന്ന വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വാക്കുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ ഖുത്ബ നടത്തുമ്പോൾ വഹ്മറത്ത് ഐനാഹ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവക്കാറുണ്ട്. വഅലാ സൗതഹു, റസൂലുള്ളാഹിന്റെ ശബ്ദമുയരാറുണ്ട്. വസ്തദ്ദ അലബഹു, റസൂലുള്ളാഹിന്റെ കോപം ഇങ്ങനെ കഠിനമാകാറുണ്ട്. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ശബ്ദമുയരുന്നതെന്നറിയുമോ? ഒരു സൈന്യത്തോട് സൈന്യാധിപൻ താക്കീത് കൊടുക്കുന്നത് പോലെ അള്ളാന്റെ ഹബീബ് മുഖം ചുകന്നു തുടിക്കുമാറ് ഗൗരവത്തോടുകൂടെ പറയാറുള്ള വാക്കെന്താണ്? ആ വാക്കിൽ കാണാം, അൽ ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ചര്യ എന്ന് പറയുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വകുല്ലു ബിദഅത്തിൻ ദലാല വശറൽ ഉമൂരി മുഹദസാതുഹാ, മതത്തിലൂടെ പുതുതായി കടന്നു വരുന്നതെല്ലാം അതൊക്കെ പുത്തൻ ആചാരങ്ങൾ ഷർറാണെങ്കിൽ വകുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തുകളും വഴികേടുകളാണ്. എത്ര ഖുത്ബ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ടോ, ആ ഖുത്ബകളിലൊക്കെ ലോകത്തിന്റെ പ്രവാചകൻ ആവർത്തിച്ചു പറയുന്ന വാക്കാ, ഏറ്റവും ഷർറുള്ളത് മതത്തിലെ പുതുനിർമ്മിതികളാണ്, എല്ലാ പുത്തൻ ആചാരങ്ങളും വഴികേടുകളാ. അള്ളാന്റെ ഹബീബ് ശക്തമായി ദീനിലൂടെ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരില്ലേ എന്ന് പറയുമ്പോ മുത്തുനബിയോട് സ്നേഹമുള്ളവരെ, റസൂലുള്ളാഹിനെ അനുസരിക്കാൻ തയ്യാറുള്ളവര്, എൻ്റെ ഹബീബിന്റെ പാത എനിക്ക് പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവര് റസൂലുള്ളാഹിന്റെ ചര്യ സ്വീകരിക്കാ. എന്നാൽ പുത്തൻ ആചാരങ്ങളെ മാറ്റിവെച്ചോ,
എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, ഭാഷാപരമായി മുൻമാതൃകയില്ലാതെ പുതുതായി ഒന്ന് കൊണ്ടുവരലാണ് ബിദ്അത്ത് എന്ന പദത്തിന്റെ അർത്ഥമെങ്കിൽ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമില് പുതുതായി ഒരു ആധാരത്തെ കൊണ്ടുവന്ന അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 3-ാമത്തെ ആയത്തില് അതിനെ കാണാം. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് അൽ ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിലൂടെ കാണാം. 49-ാമത്തെ പേജിലാണ്. ആരാണ് ഇമാം മാലിക് എന്നറിയുമോ? ഷാഫി ഇമാമിന്റെ ഉസ്താദാ. ഇവിടെയുള്ള മുട്ടൻകുളങ്ങരയിലെ കാപ്പിന്റെ ആളുകളൊക്കെ ഷാഫി മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണെന്ന് പറയുന്നവരല്ലയോ? ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരു ആധാരത്തെ കൊണ്ടുവന്നാൽ യറാഹാ ഹസന, അതിനെ അവൻ നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്താൽ, പുതിയ ആധാരത്തെ കൊണ്ടുവന്ന് ഇത് നല്ല പുത്തൻ ആധാരമാണെന്ന് പറഞ്ഞാൽ ഫഖദ സഅമ, അവൻ വാദിക്കുന്ന വാദം എന്താണ്? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ ഖാന ഫിർ റിസാല, മുത്ത് റസൂൽ അവിടുത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചിരിക്കുന്നു. മതത്തിൽ പുതിയ ആധാരം കൊണ്ടുവന്നാൽ അത് നബിയോട് സ്നേഹമില്ല, അള്ളാന്റെ ഹബീബിനെ വഞ്ചകനെന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട്? അല്ല പറയുന്നു, ഇന്നേ ദിവസം ഇതാ നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു. അപ്പോൾ ഒരാള് പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ പുതിയൊരാധാരത്തെ കൊണ്ടുവന്ന് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ നല്ല കാര്യം നമ്മളോട് പറഞ്ഞു തരാതെ അള്ളാന്റെ ഹബീബ് വഞ്ചിച്ചവനാണെന്ന് വാദിക്കുന്നവനാണെന്ന് നഊദു ബില്ലാഹ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? റബീഉൽ അവ്വൽ 12ന്റെ ആഘോഷം പള്ളിയിലെ ഉസ്താദുമാര് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് എന്ന് നമ്മൾ പറയും. എന്നാ പിന്നെ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ലെങ്കിലും അത് നല്ല പുത്തൻ ആചാരാണ്, ബിദ്അത്തുൻ ഹസനയാണ്. ഇനി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നല്ലതാണെന്ന് പറഞ്ഞൊരു പുതിയ ആധാരം കൊണ്ടുവന്നാൽ ഇത് പഠിപ്പിച്ചു തരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വഞ്ചിച്ചു എന്ന് വാദിക്കുന്നവനാണ് അവൻ. അടുത്ത വാക്ക് ഫമാ ലം യകുൻ യൗമഇദിൻ ദീനാ, ആകയാൽ ദീന ഇന്നേ ദിവസം ദീനല്ലാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാത്ത ഏതൊക്കെ കാര്യമുണ്ടോ, ഫലാ യകൂനുൽ യൗമ ദീനാ, അതന്നേ ദിവസവും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാതിരുന്ന ഒരു കാര്യം ഇന്നും നിങ്ങൾക്ക് ദീനല്ല. ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ മജ്ലിസുൻ നൂറില്ലെങ്കിൽ അതെന്നും നിങ്ങൾക്ക് ദീനല്ല. ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ മഹ്ദറത്തുൽ ബദരിയ ഇല്ലെങ്കിൽ അതെന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ചാടിക്കളിക്കുന്ന ഷാദുൽ ഇറാത്തീബ് ഇല്ലെങ്കിൽ അതെന്നും നിങ്ങൾക്ക് ദീനല്ല. ഹബീബിന്റെ കാലഘട്ടങ്ങളിലൂടെ റമദാനുകളും റമദാൻ 17കളും കടന്നുപോയെങ്കിൽ ഒരൊറ്റ ബദരീങ്ങളുടെ ആണ്ട് പോലും കണ്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ റബീഉൽ അവ്വലുകൾ കടന്നു പോകുമ്പോൾ അതിലൊരു റബീഉൽ അവ്വൽ പോലും അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ജന്മദിനമായി ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ഒരു ഉമ്മമാരും പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതേ ഇന്ന് ദീനായി മാറാവോ? അന്നില്ലാത്തതൊന്നും ഇന്ന് ദീനല്ല. പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹങ്ങൾ ഒരുപാട് സംഘമായി ഭിന്നിക്കുമ്പോ, ഒരുപാട് വിഭാഗങ്ങളായി മാറുമ്പോ മുത്ത് റസൂൽ പറയാണ്, എല്ലാവരും നരകത്തിൽ പോകുമെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ആരാണെന്നറിയുമോ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലുണ്ടോ, റസൂലും സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലുണ്ടോ ആ നിലപാടിലുള്ള ആളുകൾക്ക് മാത്രമാണ് വിജയം വരിക്കുന്നത്. റസൂലും സഹാബത്തും അന്ന് എങ്ങനെ ജീവിച്ചോ അതേപോലെ ജീവിക്കാൻ കഴിയാന്ന. അങ്ങനെ എടുക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ പേരിൽ ഇന്ന് കൊണ്ടുവരുന്ന റബീഉൽ അവ്വൽ 12-ന്റെ ജന്മദിനാഘോഷം ഇസ്ലാമിലില്ല. ബർത്ത്ഡേ, ജന്മദിനം പോലും ഇസ്ലാമിലില്ല. അത് ഫറോവമാർ പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിൽ ജന്മദിന ആഘോഷം ആരുടെ ഇല്ല. അത് ഉസ്താദുമാർ പോലും പറയും. ഒരു സാധാരണ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊക്കെ അതിൻ്റെ ഒരു എരയാണ്. ഓരോ വർഷത്തിൽ ബർത്ത്ഡേ വരുമ്പോഴും സുലൈമാൻ നബിയുടെ പേരിൽ 16 കൊല്ലം മൗലൂദ് ഓതണമെന്ന ഉസ്താദുമാർ ഫത്വട്ടെ. എൻ്റെ ഒരു 15 വയസ്സ് വരെയുള്ള ബർത്ത്ഡേയിലും സുലൈമാൻ നബിയുടെ പേരിൽ മൗലൂദ് ഓതും. എന്നിട്ട് സുലൈമാൻ നബിക്ക് ഇഷ്ടമുള്ളത് എന്താണ്? ചിക്കനും പത്തിരിയാണ്. അവിടുത്തെ ഏത് ചിക്കനാണെന്നുള്ള ആയാലും എന്താണെങ്കിലും അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഭാഗങ്ങളിലൊക്കെ യൂസഫ് നബിയുടെ പേരിലാണ് ജന്മദിനത്തിൻ്റെ മൗലൂദ്. അപ്പോൾ എന്താണെങ്കിലും അത് ഇന്ന് തൊട്ടിൽ മൗലൂദൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് പുറകിക്ക് ചിന്തിച്ചാൽ എന്തൊക്കെ പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ. ഇസ്ലാമിൽ മാറ്റമില്ല പ്രിയമുള്ളവരെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിലുള്ളതിനെടുക്കുക. ഇന്ന് ചില ഉസ്താദന്മാർ പറയും, ആരാ ഈ ബർത്ത്ഡേ ഒക്കെ പഠിപ്പിച്ചെന്ന്. ഇല്ല എങ്കിൽ ഇസ്ലാമിൽ ഒരാളുടെയും ജന്മദിനമില്ലെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ നേതാവ്, മുസ്ലിങ്ങളുടെ ചങ്കിലെ ചോര അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഉണ്ടാവോ പ്രിയമുള്ളവരെ? ഇസ്ലാമിൽ ആ ജന്മദിനാഘോഷം ഇല്ല എന്നുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശക്തമായി അറിയുന്ന ആളുകൾ തന്നെയാണ്. എല്ലാ വിഭാഗത്തിലെ ആളുകളും എന്നാലും പറയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാത്ത? എന്തുകൊണ്ടാണ്? ഇസ്ലാമിലൊരു കാര്യം ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി വേണം. ഇപ്പം നമ്മളൊക്കെ പറയും ഞാൻ സുന്നിയാണ്. സുന്നി അവിടെ എന്തുകൊണ്ടാണ്? സുന്നത്തെടുക്കണോണ്ടാണ്. ഒരു കാര്യം സുന്നത്താവണമെങ്കിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലെ ചെയ്തു കാണിക്കണം, അല്ലെ മൗനാനുവാദം നൽകണം, അല്ലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. ഇത് ഏതെങ്കിലും ഒന്ന് അല്ലേ? അള്ളാഹിൻ്റെ ഹബീബ് 40-ാമത്തെ വയസ്സിൽ നബിയായി 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന കാലഘട്ടം വരെ 23 വർഷക്കാലത്തിൽ ഒരു ബർത്ത്ഡേ ആഘോഷമെങ്കിലും, 23 വേണ്ട, ഒരെണ്ണമെങ്കിലും ആഘോഷിച്ചാൽ നമുക്ക് ആഘോഷിക്കാം. ഇല്ല. നമ്മളെല്ലാവരും പറയില്ലെന്ന് അറിയോ? റസൂല് ജനിച്ചതിന് സന്തോഷിച്ച അബൂലഹബിനെ നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടിയെന്നാണ് നമ്മളൊക്കെ പറയലേ അല്ലേ? ഞങ്ങൾ പറയണു അബൂലഹബിന് നമുക്ക് വേണ്ട, നരകത്തിലെ കൂൾ ഡ്രിങ്ക്സും വേണ്ട, സ്വർഗത്തിൻ്റെ ഹൗദുൽ കൗസർ മദീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബൂലഹബിൻ്റെ വഴി അങ്ങോട്ട് വിട്ടേക്ക്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ആഘോഷ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോഴേ റസൂൽ എന്തായാലും ഇല്ല, സ്വഹാബത്തില്ല, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ആഘോഷിച്ചിട്ടില്ല. ഷാഫി ഇമാമില്ല, ഹനഫി ഇമാമില്ല, ഹംബലി ഇമാമില്ല, മാലിക് ഇമാമില്ല. ഞാൻ സാധാരണക്കാരന് വേണ്ടിയിട്ടോ പറയണ്ടേ. അപ്പോൾ അതിൽ ആഘോഷ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ സമസ്തയുടെ ചാർട്ടിൽ 1 അബൂലഹബാണ്. അബൂലഹബിനെ പറ്റി അള്ളാഹ് പറഞ്ഞു, തബ്ബത്ത് അബീലഹബിൻ വച്ചബ്. അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. തീർന്നു, ലഹബിൻ്റെ കഥ കഴിഞ്ഞുപോയി. അവനും അവൻ്റെ ഭാര്യയും രക്ഷപ്പെടൂല. ആളിക്കത്തുന്ന നരകമാണ് ഉള്ളതെന്ന് പറഞ്ഞ അബൂലഹബാണ് 1 നബിദിനാഘോഷത്തിൻ്റെ മാതൃക. പിന്നുള്ളത് ആരാണ്? ഇവിടുന്ന് പിന്നെ മുദഫർ രാജാവ് ആഘോഷം 600-ന് ശേഷം. അങ്ങനെ നബിദിനാഘോഷർ വന്നാൽ ഫാത്തിമിയാക്കള്, മുല്ല ഉമർ, ഉബൈദിയാക്കള്, മുദഫർ രാജാവ്, അങ്ങനെ ആഘോഷം വന്ന ഷിയാക്കളിലോടത്തൊക്കെ ഇതിങ്ങനെ കാണും. ഇതൊക്കെയാണ് ആഘോഷിച്ചവർ. ഇനി ആ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാത്തവരെ ചാർട്ടെടുത്തൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സഅദുൻ സഈദുൻ സുഹബൈറുൻ തുൽഹത്തുൻ വഅബി ഉബൈദത്തുൻ വബിനിഉ ഫിന്നഹശീരിൽ കറമി. മുത്തുനബി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10ഓളം വരുന്ന സ്വഹാബ, ഒരാൾ പോലും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചില്ല. അപ്പോൾ റസൂലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവര് ബദരീങ്ങള്, മറ്റുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബ, താബീങ്ങള്, തബൂ താബീങ്ങള്, ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, ഹംബലി ഇമാം, മാലിക് ഇമാം, ഇവരാരും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിട്ടില്ല.
ആഘോഷിച്ചത് അബൂലഹബും മുദഫർ രാജാവും മുല്ല ഉമറും ഷിയാക്കളും ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും. അപ്പോൾ നമ്മൾ പറയാൻ ഞങ്ങൾക്ക് റസൂലും വേണ്ട, അബൂബക്കർ റളിയല്ലാഹു വേണ്ട, ഷാഫി ഇമാം വേണ്ട, ഹനഫി ഇമാം വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ നേതാവ് അബൂലഹബിൽ തുടങ്ങി മുല്ല ഉമറിലൂടെ കൈമാറി മുദഫറിലൂടെ വ്യാപിച്ച ഈ ആഘോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വാദിക്കുന്നവരാൻ. പ്രിയമുള്ളവരെ, ദീനാകണമെങ്കിൽ പ്രവാചകൻ പറയണം, പറഞ്ഞില്ല. ചെയ്തു കാണിക്കണം, ചെയ്തു കാണിച്ചില്ല. ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നെങ്കിലും ഒരു ആഗ്രഹം പറയണം, പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ സ്വഹാബത്ത് ചെയ്യുമ്പോൾ മൗനാനുവാദം കൊടുക്കണം. എങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്രയിൽ മുഹാദിറുകളും അൻസാറുകളുമാകുന്ന സ്വഹാബത്ത് ഇങ്ങനെ അണിനിരക്കുമ്പോൾ അൻസാറുകളുടെ കുട്ടികളുടെ ദഫിന്റെ അകമ്പടികളോടുകൂടെ ഷാഇറുർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ ഈരടികൾക്ക് മധുരശബ്ദത്തിന്റെ ഉടമ ബിലാൽ ബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അള്ളാഹിന്റെ ഹബീബ് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. അതുപോലും ഉണ്ടായിട്ടില്ല. ഒരു കാരക്കയുടെ കീറെങ്കിലും അള്ളാഹിന്റെ ഹബീബ് ചെലവഴിച്ചിരുന്നെങ്കിൽ നമുക്ക് കെങ്കേമമായി മന്തിയും ബിരിയാണിയും കൊണ്ട് തന്നെ ആഘോഷിക്കായിരുന്നു. പക്ഷെ അതുപോലും കാണാൻ കഴിയണില്ല. അപ്പോൾ പ്രവാചകന്റെ ചര്യയില്ലാത്തത് കൊണ്ട് തന്നെ ഇത് സുന്നത്തിൽ പെടണില്ല. പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, മുജാഹിദുകൾ മാത്രമല്ലല്ലോ. 2006 ജനുവരി മുഅല്ലിം മാസിക. ഇനി നമുക്ക് ജന്മദിനാഘോഷത്തിലേക്ക് മടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിമാരുടെയോ പൂർവികരുടെയോ ജന്മദിനാഘോഷമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ഒരു നബിമാരുടെയും ജന്മദിനാഘോഷമില്ല. പൂർവികരായ സച്ചരിതരുടെയും ജന്മദിനാഘോഷമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന് ഒന്നുമേ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരൊരു വിശ്വാസി മനസ്സിലാക്കുന്നത് എന്താണെന്നറിയുമോ? മാമിൻ യുഖർരിബുക്കും മിനൽ ജന്നah ഇല്ലാ ഖദ് ഹദ്ദസകും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഏതേത് കാര്യമുണ്ടോ അത് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടല്ലാതെ ഇല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതേത് കാര്യമുണ്ടോ അതുകൊണ്ട് വിരോധിച്ചിട്ടുമില്ലാതെ ഇല്ല. മുഴുവൻ കാര്യങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നതാണ്. മുഅല്ലിം മാസികയിൽ നിങ്ങൾ എഴുതി വെച്ചതുപോലെ ജന്മദിനത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഹബീബിന്റെ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറയാ, അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമല്ല. പ്രിയമുള്ളവരെ, പുതുതായി കടന്നു വന്നതാണ് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ കാണാ. സമസ്തയുടെ വഅദ് പരമ്പരകളിലൊക്കെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ്. അറബി പേരാണെങ്കിലും മലയാളത്തിലാണ് അതിന്റെ പദ്യങ്ങൾ കാണുക. മലയാളത്തിലാണ്. തഴവ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട്. കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാട്, തഴവ കുറ്റിപ്പുറം. ആ കുറ്റിപ്പുറത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥാണ് അൽ മവാഹിബുൽ ജലിയ. നമ്മുടെ നാട്ടിലൊക്കെ വാതിലൊക്കെ ഉപയോഗിക്കും. അൽ മവാഹിബുൽ ജലിയ മുഞ്ച് കാട്ടി അഹദോന്റെ മറുകൾ വരമൊഴികളാലെ വരച്ചു കാട്ടി. തഴവ ഉസ്താദല്ലേ അലിവിൻ പൂ കൊടിഞ്ഞില്ലേ. തഴവേനെ പറ്റി മധു പാടിയതെങ്ങനെയാണ്? അഹദോന്റെ അമറുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് കുറച്ച് മൊഞ്ചോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല. 300 കൊല്ലത്തിന് ശേഷമാണ് നബിദിനം കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നബിദിനം ആഘോഷിക്കാതിരുന്ന ആളുകളാരാ? അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനീ
സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹു. ജനങ്ങളിൽ ഉത്തമർ എൻ്റെ നൂറ്റാണ്ടാണ്. പിന്നെ അതിനോടടുത്ത് വരുന്നവരാ, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണെന്ന് പറഞ്ഞ ഉത്തമരായ 3 തലമുറക്കും ഈ ആചാരങ്ങളെ പരിചയമില്ല. തീർന്നില്ല പ്രിയമുള്ളവരെ. 2000 സുന്നി വോയിസ് ജൂലൈ 16 ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഒരു ഇബാറത്ത് അവിടെ എഴുതി വെക്കുന്നുണ്ട്. അസ്ലു അമലുൽ മൗലിദി ബിദ്അ. മലയാളത്തിലാണ് എഴുതി വെച്ചത്. അടിസ്ഥാനപരമായി മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്ത് തന്നെയാ. ഹൈതമി പറഞ്ഞ ഇബാറത്താണ് അസ്ലു അമലുൽ മൗലിദി ബിദ്അ ലം തുൻകൽ ലൻ അഹദിൻ മിനസ് സലഫുസ് സാലിഹീന മിൻ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് വരെയുള്ള സലഫുസ് സാലിഹുകളോട് ആരിൽ നിന്നും ശരിയായി വന്നതല്ല. പ്രിയമുള്ളവരെ, റസൂലുള്ള ആഘോഷിച്ചില്ല, സ്വഹാബത്ത് ആഘോഷിച്ചില്ല എന്ന് ഇവര് തന്നെ പറയുമ്പോ ആരാണ് ആഘോഷിക്കാതിരുന്ന സ്വഹാബ എന്നറിയുമോ? കാനൂ അഫ്ളല മിൻ ഹാദിഹിൽ ഉമ്മ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബ. വഅബറഹാ ഖുലൂബ. ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താക്കളാ. വഅമഖഹാ ഇൽമാ. ഏറ്റവും നല്ല അറിവിന്റെ ഉടമകളാണ്. വഅകല്ലഹാ തകല്ലുഫാ. ഒരു ധാർഷ്ട്യവുമില്ലാത്തവരാ. അങ്ങനെയുള്ള സച്ചരിതരായ സ്വഹാബ അവർക്കാർക്കും തന്നെ പരിചയമില്ല. പുത്തൻ ആചാരമായി കടന്നു വന്നതാണ്. ഇപ്പൊ തഴവ പറഞ്ഞു 300 കൊല്ലം വരണില്ല, 3 നൂറ്റാണ്ടിന് ശേഷം. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും അത് നിങ്ങള് മുജാഹിദ് പറ്റിച്ചതാണ്, തഴവയുടെ ബാക്കി പാടാത്തോണ്ടാണെന്ന് പറയും. എന്താ ബാക്കിയുള്ളേ? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് വന്ദർമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുളഫർ എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്നതാണ്. എന്തിനാ ബാക്കി പാടിയില്ല പറയുന്നറിയോ? മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ് 300-ന് ശേഷം. അതിന് മുമ്പേ ഉണ്ടെന്ന് പറയാനാണ്. നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കണം. ഹിജറ 300-കളിൽ ഭരണം നടത്തിയത് മുളഫർ രാജാവല്ല, അന്ന് ഫാത്തിമിയാക്കളാണ്. ഷിയായിസം കൊടികുത്തിവാണ് മുല്ല ഉമറാണ് ആ റബീഉൽ അവ്വൽ 12 കൊണ്ടുവരണേ. അപ്പൊ മുളഫർ രാജാവ് എന്ന ഭരണം നടത്തിയത് ചരിത്രം പഠിക്കുന്ന ആളുകളോട് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ അതിന്റെ ഇൻഡെക്സ് ഹിജറ വർഷത്തിലാണ്. ഹിജറ 604 എന്ന് പറയുന്ന ബാബ് എടുത്ത് പരിശോധിച്ച കാണാം. ഹിജറ 604 ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുളഫർ രാജാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും അങ്ങനെ ഹിജറ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുളഫർ രാജാവ് ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചു. ഇനി ഇത് എഴുതി കൊടുത്ത മൗലിദിൻ്റെ പിതാവ്, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഇബ്നു ദഹിയയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണം തട്ടാൻ ഒരു മടിയില്ലാതെ പല ബിസിനസ്സും മതത്തിൻ്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഹിജറ 604 മുതൽ 630 വരെയാണ് മുളഫർ രാജാവ് ഭരണം നടത്തി. അപ്പോൾ 300-ാം കൊല്ലത്തിൽ കൊണ്ടുവന്നതാരാ? ഫാത്തിമിയാക്കൾ അല്ലേ, ഷിയാക്കൾ, മുല്ല ഉമർ. നിങ്ങൾ വിചാരിക്കണുണ്ടോ ഇവരെ ദീനിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്, മഹബത്തുള്ളവരാണ്, ദീനിനോട് വെറുപ്പുള്ളവരാ? അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഈ ഫാത്തിമിയാക്കളാണ്. അവർക്ക് ദീനിനോട് സ്നേഹമല്ല പ്രിയമുള്ളവരെ, ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി. രണ്ടാമത് അതിനെ വാങ്ങിവച്ചതിന്റെ പേരില് ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയതും ഈ ഫാത്തിമിയാക്കളാണ്. ഇന്നും ഹജറുൽ അസ്വദ് ഒട്ടിച്ചു വെച്ചതാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ, അവർ ദീനിൻ്റെ ശത്രുക്കളാണെങ്കിൽ അവർ കൊണ്ടുവന്ന ആചാരങ്ങളെ മതത്തിൻ്റെ പേരിൽ കൊണ്ടു നടക്കല്ലേ, കൊണ്ടു നടക്കല്ലേ. അതുകൊണ്ടാണ് ഇമാം താജുദ്ദീനുൽ ഫാക്കിഹാനി പറഞ്ഞത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. അല്ലാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസുകളിലോ യാതൊരു
അടിസ്ഥാനവും ഞാനിതിനെ കാണുന്നില്ല. മഹത്തുക്കളായ ഉത്തമ സൂരികളിൽ അത് കണ്ടിട്ടില്ല. ബൽഹുവ ബിദ്അ, എന്നാൽ അത് പുത്തൻ ആചാരമാണ് എന്ന് ഇമാം താജുദ്ദീനുൽ ഫാഖിഹാൻ അദ്ദേഹത്തിന് ഖണ്ഡനം എഴുതാൻ ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിൽ ഈ പേജ് ഈ വിഷയം എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇമാം ഫാഖിഹാനി പറയുന്ന മറ്റൊരു വാക്യതിനെ കൊണ്ടുവന്നത് ആരാണെന്നറിയുമോ? അഹ്ദസൽ ബത്താലൂന വശഹവത്തുൻ നഫ്സി, ദേഹച്ചക്കാരും മടിയന്മാരുമായ ആളുകളാണ് കൊണ്ടുവരുന്നത്. ചില അലസന്മാരായ ആളുകൾ കൊണ്ടുവന്ന ആഘോഷമാണ്. എൻ്റെ വാക്കല്ല, താജുദ്ദീനുൽ ഫാഖിഹാനിയാണ് പറയുന്നത്. ഷാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ്. അർത്ഥം നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്ക്. അക്കാലൂൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണപ്രിയരാണ്. ഷാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ്. തഴവ പറഞ്ഞില്ലേ, മൗലീദ് കഴിക്കുന്ന നാടയ്യായിരം, പൊരിക്കുന്നതാണേ കോഴിയും 10,000. പ്രിയമുള്ളവരെ, ഇമാം ഫാഖിഹാനി ഇബാറത്ത് പറഞ്ഞത് അതിൻ്റെ ആത്മാർത്ഥ നമ്മൾ പരിശോധിക്കണമെങ്കിലോ അദ്ദേഹം പറയാണ്, വഹാദാ ജവാബി അൻഹു ബൈന യദയില്ലാഹി അൻഹു സുയിൽതു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഇമാം ഫാഖിഹാനിയോട് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഫാഖിഹാനിക്ക് അല്ലാഹുവിന്റെ മുമ്പിലും പറയാനുള്ളത്, ഇത് തന്നെയാണ് റബ്ബിന്റെ മുമ്പിലും പറയാനുള്ളത്. അതിൻ്റെ ഹുക്ം ഹറാം, അതല്ലെങ്കിൽ കറാഹത്ത് എന്ന വിധിയല്ലാതെ ഒരു വിധിയും അതിന് പറയാനില്ല. അപ്പൊ മൗലിദിന്റെ വിധി കറാഹത്ത് അല്ലെങ്കിൽ ഹറാം എന്നല്ലാതെ പറയാനില്ല എന്ന് ഇമാം ഫാഖിഹാനി. ഇത് അള്ളാന്റെ മുമ്പിൽ ഞാൻ പറയും. പ്രിയമുള്ളവരെ, ഇത് പുത്തൻ ആചാരമാണ്, ബിദ്അത്താണ്. ഇതിവിടെ കേവലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ മുജാഹിദുകൾ വന്ന് പറഞ്ഞതല്ല. പൂർവികരായ പണ്ഡിതന്മാർ അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി, അമാദുദ്ദീൻ ഇബ്നു കഥീർ, താജുദ്ദീനുൽ ഫാഖിഹാനി, അസ്സുർഖാനി, അതുപോലെ അബൂ ഷാമ ഷാത്തിബി, ഇബ്നു ഹാജുൽ മാലിക്കി, മൗഹൂബ് ഇബ്നു ഉമറുൽ ജസരി അഷ്ശാഫിഈ, ഇബ്നു ഹദറുൽ അസ്കലാനി, സയ്യിദ് ബഖരി, എത്ര ശൃംഖലകളിലൂടെ കടന്നു വന്ന് പണ്ഡിത ലോകം സമൂഹത്തോട് പറഞ്ഞു പുത്തൻ ആചാരമാണ്, ബിദ്അത്താണ്, പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മുജാഹിദുകൾ ആഘോഷിക്കുന്നില്ല. അടുത്ത പോയിന്റ്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്ക്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതിന് വൈരുദ്ധ്യമാണ് ജന്മദിനാഘോഷം. ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് തകരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, 2024 ഈ വർഷത്തിൽ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്നവരോട് വരുന്ന തിങ്കളാഴ്ച ആഘോഷിക്കാൻ നിൽക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം, ഞാൻ പറയുന്നത് ആലോചിക്കാൻ. സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസ്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസമായി ആകെ രേഖയിലുള്ളതെന്നാണ് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ആ തിങ്കളാഴ്ച നിങ്ങൾ ചെയ്യേണ്ട കർമ്മം എന്തേ ഉള്ളൂ? നോമ്പെടുക്കലാണ്. നോക്കേ, അള്ളാന്റെ റസൂൽ ഏത് ദിവസമാണ് ജനിച്ചത് അറിയില്ല. പ്രവാചകൻ ഏത് ദിവസമാണ്, ഏത് വർഷമാണ് ജനിച്ചത് അഭിപ്രായ വ്യത്യാസമാണ്. ഏത് മാസമാണ് അവിടെ തന്നെ കഴിഞ്ഞില്ലേ? ഇത് ഞാൻ പറയല്ല. റബീഉൽ അവ്വലിനെ നമ്മൾ മൗലൂദ് മാസം എന്നാ വിളിക്കുക. വീട്ടിൽ മൗലൂദ് ഓതാൻ വന്ന ഉസ്താദും എന്താ പറയണമെന്നറിയോ? സത്യത്തിലെ വീട്ടുകാരാ, റസൂലുള്ള ജനിച്ച ദിവസമാണെന്ന് അറിഞ്ഞൂടാ, ഏത് മാസമാണെന്ന് അറിഞ്ഞൂടാ, ഏത് കൊല്ലാണെന്ന് അറിഞ്ഞൂടാ. അത് മലയാളത്തിൽ പറഞ്ഞാൽ മൊയ്ലിയരെ നമ്മൾ വെറുതെ വിടൂല. പക്ഷെ മൊയ്ലിയർ അറബിയിലെ മൗലൂദ് ഓതിയെ മൗലൂദ് കിതാബിൽ 5-ാമത്തെ പേജാൻ, താഴത്തുനിന്ന് മേലക്ക് 3-ാമത്തെ ലൈനാണ്. വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹരിഹാ وفي يومها من العلماء التاريخ المروية. റസൂലുള്ള ജനിച്ച ദിവസത്തില്, മാസത്തില്, വർഷത്തില് അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയപ്പെടുന്നതിലെ അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12 ഏത് കൊല്ലമാണ്? ക്രിസ്താബ്ദം 570 ആണോ 71 ആണോ തർക്കമുണ്ട്. റമദാനാണോ റബീഉൽ അവ്വലാണോ തർക്കങ്ങളുള്ള കാര്യമാണ്. 2-നാണോ 8-നാണോ 10-ആണോ 11-ആണോ 12-ആണോ 17-ആണോ 18-ആണോ തർക്കമുണ്ട്. എന്തുകൊണ്ടാ തർക്കം വന്നേ? ചെറിയ പെരുന്നാളെന്ന് ശവ്വാലൊന്ന് തർക്കമില്ല, വലിയ പെരുന്നാൾ ദുൽഹജ്ജ് 10 തർക്കമില്ല. എന്തുകൊണ്ടാ? ആദ്യ നാൾ മുതൽ കണ്ടുവന്നു. ജന്മദിനാഘോഷം ആദ്യ നാൾ മുതൽ കണ്ടുവന്നില്ല. പ്രിയമുള്ളവരെ, ഇവർ എഴുതി വെച്ചത് 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷം ജന്മദിനാഘോഷം എന്നാണ്. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള രാവ്
റബീഉൽ അവ്വൽ 12 രാവെന്നാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അള്ളാന്റെ പ്രമാണങ്ങൾക്ക് മേലെ പറയണമെങ്കിൽ തെളിവ് വേണം. എന്നിട്ടോ എന്നാ ജനിച്ച ദിവസം ചരിത്രത്തിൽ അറിയില്ല. സ്വഹാബത്തെങ്കിൽ ആ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചൊന്ന് തർക്കം ഉണ്ടാവില്ലല്ലോ പ്രിയമുള്ളവരെ. നോർമൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ പോലും നമുക്ക് തർക്കമില്ല. എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 15 ഹിന്ദു സ്വാതന്ത്ര്യം ആദ്യ നാൾ മുതൽ കണ്ടുവരണോടെ പിന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണം എന്നൊരു കച്ചിത്തുരുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മുഅ്മിനിന്റെ മനസ്സൊന്നും ആ ജനിച്ച ദിവസം വിട്ടുപോകില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അപ്പം ജനിച്ച ദിവസം അറിഞ്ഞുകൂടാ. പിന്നെ ആകെ അറിയുന്ന ഒരു മതത്തിലുള്ള തെളിവെന്താണ്? ജനിച്ച തിങ്കളാഴ്ചയാൽ. അതുകൊണ്ട് 2024 നബിദിനം ആഘോഷിക്കാൻ പോകുന്ന മുഴുവൻ ആളുകളോടും സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസ്, ലോകത്തിന്റെ പ്രവാചകനോട് ചോദ്യം വരികയാണ്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ അള്ളാന്റെ മുത്തുറസൂല് പറയുന്നുണ്ട്, ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും തിങ്കളാഴ്ചയാ. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ചയാണ്, നബിയായതും തിങ്കളാഴ്ചയാ. അതുകൊണ്ട് തിങ്കളാഴ്ച ചെയ്യേണ്ടത് എന്താണ്? നോമ്പെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന തിങ്കളാഴ്ച മുത്തുനബിയുടെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞു കേരളത്തിന്റെ സമസ്താലയത്തിന്റെ മുഴുവൻ ആളുകളും തെരുവിലേക്ക് ഇറങ്ങുമ്പോ അള്ളാന്റെ ഹബീബിന്റെ വാക്ക് സ്വീകരിക്കുമോ? അതല്ല ഷിയായ മുല്ല ഉമറിന്റെ വാക്ക് സ്വീകരിക്കുമോ? മുളഫർ രാജാവിന്റെ 5000 കോടി 10,000 സ്വീകരിക്കുമോ? ഇത് നമുക്ക് കണ്ടറിയാം. നബി എന്ത് പറഞ്ഞു? നോമ്പെടുക്കണം. മുല്ല ഉമർ എന്ത് പറഞ്ഞു? പുട്ടടിച്ചോളാൻ പറഞ്ഞു. നമ്മളിതിൽ ആരനുസരിക്കുന്നു? നബിയോട് സ്നേഹമുള്ളവരെ റസൂലുള്ളാഹിനെ അനുസരിക്കോ മുല്ല ഉമറിനെ അനുസരിക്കോ? റസൂലും സഹാബത്തും റാലി നടത്തിയില്ല, പക്ഷെ റസൂലും സഹാബത്തും നബി ജനിച്ചത് തിങ്കളാഴ്ച എന്ന, ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ച എന്ന, അള്ളാന്റെ നബിയായത് തിങ്കളാഴ്ച എന്ന മാനദണ്ഡത്തിൽ എല്ലാ തിങ്കളും നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് നബിയോട് സ്നേഹമുള്ളവർ നോമ്പെടുക്കും. ഷിയാക്കളെ പിന്തുടരുന്ന ആളുകൾ ഭക്ഷണം കഴിച്ച്, നിങ്ങൾക്കറിയോ ഒരു സുഹൃത്ത് മുമ്പ് ഇതേപോലെ, ഇത് 2024 മാത്രമല്ല 2016 ഡിസംബർ മാസത്തിൽ ഇതുപോലെ ഒരു തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 വന്നിരുന്നു. അന്ന് ഒരു സുഹൃത്ത് പറയും, ഇങ്ങനെ കാറിലിങ്ങനെ വന്നപ്പോൾ ആൾക്കാർ പായസം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിങ്ങനെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് പറഞ്ഞു, ഞാൻ നോമ്പെടുത്തേക്കാണ്. അപ്പോൾ പറഞ്ഞു, നീ എന്താ നബിദിനായിട്ട് നോമ്പെടുക്കാം, മുസ്ലിം അല്ലേ? ഇതാണ് സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ചപ്പാട്. അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം നോമ്പെടുക്കുക. ഇനി പ്രിയമുള്ളവരെ, ഇസ്ലാമിലുള്ളൊരു ഇബാദത്താണെങ്കിൽ A to Z ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. രാവിലെ എന്ത് വേണം? ചെറിയ പെരുന്നാളാണോ? രാവിലെ കുളിക്കണേ, ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് വേണം മുസല്ലയ്ക്ക് പോകാൻ, തക്ബീർ ചൊല്ലാൻ, സുഗന്ധം ഉപയോഗിക്കാൻ, എല്ലാം പറഞ്ഞു. വലിയ പെരുന്നാളാണോ? നിങ്ങൾ കാലി വയറുമായി പുറപ്പെടാൻ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ, തക്ബീർ ചൊല്ലാൻ, കുട്ടികളെ കൊണ്ടുപോകാൻ, സ്ത്രീകളോട് പങ്കെടുക്കാൻ, എല്ലാം പറഞ്ഞു. നബിദിനം എങ്ങനെ ആഘോഷിക്കാനാ? അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, എന്നും സുബഹിക്ക് പള്ളി പോകാത്തവനാണെങ്കിലും അന്ന് പൊക്കോ. സുബഹി കഴിഞ്ഞാൽ ഷറഫുൽ അനാമാണ് പാരായണം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഈത്തപ്പഴം പോലുള്ള ലഘുവായ ചീരണിയാകാം. പിന്നെ തൽക്കാലം നിങ്ങൾ പിരിയേണ്ടതുണ്ട്. പിന്നീട് ദുഹാ സമയത്താണ് സംഘടിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഒരു 9 അടിയെങ്കിലും മിനിമം ഉയരമുള്ള കൊടിമരം വേണോ? ഇന്ന വർണ്ണത്തിലുള്ള കൊടിയാണ് ഉയർത്തേണ്ടത്, വട്ടമായിട്ടാണ് നിൽക്കേണ്ടത്. ദഫുണ്ടെങ്കിൽ ദഫാകാം, അതല്ലെങ്കിൽ സ്കൗട്ടായാലും മതി. 2 വരിയിലാണ് റാലി നടക്കേണ്ടത്. കോലു തക്ബീർ, ഹമാരാ തക്ബീർ, ബോലോ തക്ബീർ തുടങ്ങിയ ദിക്റുകളാണ് സുന്നത്തുള്ളത് എന്ന് പറഞ്ഞെന്റെ പ്രിയമുള്ളവരെ, ഒരു കച്ചിത്തുരുമ്പെങ്ങാനും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ ആകാമായിരുന്നു. ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞില്ല. പിന്നെ എവിടെ നിന്നാ? ക്രൈസ്തവ സമുദായത്തിന്റെ ക്രിസ്മസ് പോലെ മൗലിദിന്റെ രചയിതാവായ ഒരു മുസ്ലിയാർ പറയാണ്, ഈസാ നബി നമ്മുടെ നബിയാണ്, ക്രിസ്തുമസ് ആഘോഷിക്കണമത്രേ. തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ, മറ്റുള്ള മതസ്ഥരായ ആളുകൾ ജയന്തി ആഘോഷിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനമില്ല. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പഠിപ്പിച്ചില്ല. ഇനി പറയും, കണ്ടോ
ഇവർ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സുന്നികളാരും ആഘോഷിച്ചിട്ടില്ല. ലോകത്ത് ആദ്യമായി ആഘോഷിച്ചത് ഷിയാക്കളാണ്. ഇമാം തഖിയുദ്ദീനുൽ മക്രീസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ ആഘോഷങ്ങളെ കൊണ്ടുവന്നവര് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബീവിയുടെ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനാഘോഷങ്ങളുമായി കടന്നു വന്നത് ഷിയാക്കളാണെന്ന് ഷാഫി മദ്ഹബ് പോലും അംഗീകരിക്കുന്ന ഇമാം തഖിയുദ്ദീനുൽ മക്രീസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഷിയാക്കളുടെ ആഘോഷങ്ങൾ വേണ്ട. റസൂലോ സ്വഹാബത്തോ ചെയ്തില്ല, ഇമാമുമാര് ചെയ്തില്ല. പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നബിയോട് സ്നേഹമുള്ളവരായിരുന്നില്ലേ? ആയിഷത്തും ഹഫ്സത്തും റംലാ ഹിന്ദും സൈനബും കദാ ജുഹൈരിയ എന്ന് പറഞ്ഞിങ്ങനെ പാടിപ്പതിക്കാറുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഒരാൾ പോലും ആഘോഷിച്ചിട്ടില്ല. ഇനി പറയും, ഇവർ നബിദിനം ആഘോഷിക്കാത്തത് കണ്ടോ, ഇവർക്ക് മുത്തുനബിയോട് ഇഷ്ടമില്ല, മുത്തുനബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നുവെങ്കിൽ ചോദിക്കട്ടെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഹിജ്റയാത്രയിലൂടെ മുന്നിലൂടെ പിന്നിലൂടെ മാറി മാറി നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്തേ അബൂബക്കർ മാറി നടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ, നബിയെ, മുന്നിലൂടെ നടക്കുമ്പോ ഭയമാ, പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ, പിന്നിലൂടെ നടക്കുമ്പോ ഭയമാണ്, മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ മനസ്സമാധാനമില്ല നബിയേ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സൗർ ഗുഹയിലൂടെ കടന്നു വരുമ്പോ സ്വന്തം ശരീരത്തിലെ വസ്ത്രങ്ങളെ പിച്ച് ചീന്തുന്നത് ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കാനാ. റസൂലുള്ളാഹിനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ടാണെങ്കിൽ അള്ളാഹിന്റെ ഹബീബിനെ സ്നേഹിച്ചു പോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷക്കാലം 6 മാസക്കാലം ഭരണം നടത്തുമ്പോ ഒരു റബീഉൽ അവ്വൽ 12 പോലും നടത്തിയിട്ടില്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെക്കാളുപരി സ്നേഹിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകനെയാണെന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായി എന്റെ റസൂല് വഫാത്താ എന്ന് പറഞ്ഞവന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് വാളൂരി നിന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഭരണം നടത്തിയിട്ട് മിനിമം ഒരു റബീഉൽ അവ്വൽ 12 പോലും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ത്വലാഖ് ചൊല്ലപ്പെട്ടു പോയ റസൂലുള്ളാഹിന്റെ മുത്തുമക്കളെ സ്വീകരിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണം നടത്തിയിട്ട് റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിട്ടില്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് ഹിജ്റ പോകുന്ന വേളകളിലൂടെ വീട്ടിന് വേണ്ടി കാവൽ നിന്ന് റസൂലുള്ളാഹിന്റെ വിരിപ്പിലൂടെ കിടന്നു കൊടുത്ത അലിയാ, നോക്കണേ, ജീവനെ പോലും റസൂലുള്ളാഹിക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ അലി റളിയല്ലാഹു അൻഹു ഭരണത്തിൽ ഒരു ജന്മദിനം പോലും ആഘോഷിച്ചില്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? എത്ര ആളുകള് റസൂലുള്ളാഹിനെ യുദ്ധത്തിന്റെ രണഭൂമിയിൽ ശത്രുക്കൾ ഇങ്ങനെ വളയുമ്പോ ഒരു കയ്യിൽ പ്രവാചകനെ പിടിച്ച വലത് കൈ കൊണ്ട് ശത്രുക്കളോട് പോരാടി കൈപ്പത്തിക്ക് വിരൽ വെട്ടേറ്റുകൊണ്ട് വിരലിട്ട് താഴെ വീഴുമ്പോ അവിടുന്ന് റസൂലുള്ളാഹിനെ മാറ്റിപ്പിടിച്ച് 70ഓളം വെട്ടും കുത്തും ഇങ്ങനെ ശരീരത്തിലൂടെ ഏൽക്കേണ്ടി വന്ന ത്വൽഹാ റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് ശത്രുക്കൾ നമ്പിയാൻ ഒരുങ്ങുമ്പോ, റസൂലേ, അവരെയും ഏതമ്പാകട്ടെ, അങ്ങയുടെ ശരീരത്തിലെ തറക്കൂല നബിയേ, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ത്വൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ എന്ന് പറഞ്ഞ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരു കാരക്കയുടെ കീറ് പോലും ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റോ? റസൂലില്ലാത്ത മദീനക്കാരുണ്ടാന്ന് പറഞ്ഞ് മദീനയോട് യാത്ര പറഞ്ഞ ബിലാലില്ലയോ? പിന്നീട് തിരിച്ചു കടന്നു വരുന്ന സന്ദർഭങ്ങളില് അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, ബിലാൽ,
ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാൽ? അദ്ദേഹത്തിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ഖലീഫയുടെ നിർബന്ധത്തിന് വഴങ്ങി അവങ്ങ ബിലാലിന്റെ മധുര ശബ്ദം മദീനയിലൂടെ ഒഴുകുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയണില്ല. ബിലാലിന്റെ കണ്ടത്തിന് കനം പോരാ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു കാരക്കയുടെ കീറ് പോലും ചെലവഴിച്ചില്ലെങ്കിൽ, ഒരു ബുർദ പോലും പാടിയില്ലെങ്കിൽ, ആ ബിലാലിന് റബീഉൽ അവ്വൽ 12 കാര്യത്തിൽ മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവരൊക്കെ സ്നേഹിച്ചോരാ. അവരുടെ സ്നേഹമൊന്നും നമ്മളിന്ന് കാട്ടിക്കൂട്ടിനടുത്ത് എത്തൂല്ല പ്രിയമുള്ളവരെ. അവരാണ് ഒറിജിനൽ സ്നേഹം. നിങ്ങൾക്കറിയോ, ഇതിൽ ഏറ്റവും മാരകമായൊരു വിഷയം, ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റബീഉൽ അവ്വലിൽ നമ്മുടെ നാട്ടിലൊക്കെ റബീഉൽ അവ്വലിൻ്റെ 1-ാം തീയതി മാസം കണ്ടേന് റമദാനിന് പോലും കാണിക്കാത്ത ആവേശം സമൂഹത്തിൽ കാണിച്ചു വരാൻ. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി. ഞങ്ങളൊക്കെ പള്ളി ദർസ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ എൻ്റെ നാട്ടിലായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ ഈ കടയിലെ പറ്റു തീർക്കുക റബീഉൽ അവ്വലാണ്. ഈ ചെറുവക സംഭവങ്ങളൊക്കെ മേടിച്ചതിൻ്റെ സോപ്പ് അടക്കമുള്ള ചായ എണ്ണയും ഒക്കെ മേടിക്കണതിൻ്റെ, അതുപോലെ തന്നെ പുതിയ തലയിട്ട് മേടിക്കാനും ഒക്കെ. കാരണം വെച്ചാൽ ആ മാസം മിക്ക ദിവസം ഒന്നുണ്ടാവും, മൗലൂദുണ്ടാവും. മാത്രമല്ല നിങ്ങളൊക്കെ പള്ളിയിൽ ഉസ്താദുമാർ മിക്ക മാസം ലീവ് കൂടിയ പ്രശ്നം ഉണ്ടാവും. ആ മാസത്തിലും റമദാനിലൊക്കെ ലീവ് എടുക്കാതിരിക്കലാണ് പതിവ്. ഒക്കെ നാട്ടിൽ നടക്കണ്ടോയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു മതത്തിൻ്റെ കച്ചവടം ഉണ്ടാക്കണേ? കച്ചവടം ഉണ്ടാക്കുന്നത് ഇതൊന്നും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ ആ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളികളിൽ ഖുതുബ ഓതിയില്ലേ? ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുതുബ. ആ ഖുതുബയിൽ ഖുതുബയോതി ഉസ്താദുമാരൊക്കെ പറഞ്ഞത് ജനങ്ങളെ ആഘോഷിക്കണം, സന്തോഷിക്കണം എന്നൊന്നുമല്ല, ജനങ്ങളെ കരയേണ്ട മാസമാണെന്നാണ്. എന്തങ്ങനെ? നിങ്ങൾ ആ ഖുതുബയുടെ പരിഭാഷ എന്ന് പലയിടത്തും വിൽക്കുന്നുണ്ട്. ഇന്നും പുത്തമ്പള്ളി മക്കാമിൻ്റെ ബുക്ക് സ്റ്റാളിൽ ഈ അടുത്ത നാളിൽ ഞാൻ നോക്കി 200 റുപ്യ എപ്പോഴും വില ഉള്ളൂ നബാത്തിയ ഖുതുബയുടെ പരിഭാഷ. എന്താണെന്നറിയോ? ഓരോ മാസത്തിലും ഈ ഖുതുബ, ആ മാസം ചെല്ലുന്ന 4 ഖുതുബ, ഒരു സ്പെയർ ഖുതുബ ഉണ്ടാവും. അതിന് ചില മാസം 5 വെള്ളിയാഴ്ച വരും, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ഖുതുബയിൽ അരവരി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായി ബന്ധപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ ഖുതുബ എന്ന് പറയുന്നത് അന്ന് ഈജിപ്തിലെ വലിയ പ്രഭാഷകനായ ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന പ്രഭാഷകൻ്റെ പ്രഭാഷണൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിബിധനില്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടില്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും അന്ന് പറയണ കാര്യം ഇന്നും പറയും, ജനങ്ങളെ കരയേണ്ട മാസമാണ്. എന്താ കരയാൻ പറഞ്ഞേ? റസൂല് വഫാത്തായി എന്ന് പറയപ്പെടുന്നത് റബീഉൽ അവ്വലിലാണെന്ന വെള്ളിയാഴ്ച റബീഉൽ അവ്വലിൽ ഓതുന്ന ഖുതുബ. ഇപ്പോൾ ഒരു പോസ്റ്റർ വല്ലാതെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അന്ന് ഇബ്ലീസ് കരഞ്ഞു. ഇന്ന് ഇബ്ലീസിൻ്റെ അനുയായികളായ വഹാബികൾ പൊട്ടിക്കരയുന്നു. ഇന്ന് ഈ വർഷം പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. 2012 എൻ്റെ വീടിൻ്റെ ഗേറ്റുമ്മ വരെ തൂക്കിയിട്ടുന്ന, മതിലൊട്ടിക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ, ഗേറ്റുമ്മ വരെ തൂക്കിയിട്ടു. അപ്പോൾ ഞാനത് എടുത്ത് കളയാൻ പോയില്ല. അതിൻ്റെ അപ്പുറത്തെ ബോർഡുമ്പോൾ ഞാൻ എഴുതി വെച്ച വാചകങ്ങളോടും പറയാം, റബീഉൽ അവ്വൽ 12 റസൂല് വഫാത്തായി എന്ന് പിന്നെ നബാത്തിയ ഖുതുബ. അതുകൊണ്ട് അന്ന് ഇബ്ലീസിൻ്റെ അനുയായികളായി നിങ്ങൾ സന്തോഷിക്കുന്നുവോ എന്നൊരു ചോദ്യച്ചിഹ്നം അവിടെ വെച്ചു. കാരണം ഖുതുബ പറഞ്ഞു റസൂൽ ജനിച്ചെന്നല്ല, റസൂലുള്ള വഫാത്തായി എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് ആഘോഷിക്കുന്ന ആളുകളോട് ഈ ഖുതുബയുടെ ഒരു സാരാംശത്തിൻ്റെ ആശയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ. നമ്മൾ ഈ ആഘോഷിക്കുന്ന ദിവസങ്ങളൊക്കെ അല്ലേ സഫർമാസത്തിൻ്റെ അവസാനത്തിലൂടെ നല്ല തലവേദനയായി തുടങ്ങിയ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ രോഗമാണ്. പിന്നീട് ശക്തമായ പനിയാ. ഇന്നി ലൗ അഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് 2 ആൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുല്ലാഹ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിമിഷമാണ്. തലവേദനയുണ്ട്, പനിയാണ്. ഓരോ ഭാര്യമാരുടെ വീട്ടിലും ഇങ്ങനെ മാറി മാറി പോകുന്ന പ്രവാചകന്
തൻ്റെ ഭാര്യമാരെ മുഴുവനും വിളിച്ചു ചേർത്ത് ചോദിക്കുന്നുണ്ട്, ആയിഷാന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാ, നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? പ്രിയമുള്ളവരെ, പള്ളി ആയിഷ ബീവിയുടെ വീടിനോട് ചേർന്നാണ്. അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, അഹ്രിക്കൂ അലയ്യ മിൻ സബഇ കിറബ്, 7 തോൽപാത്രങ്ങളിൽ നിന്ന് വെള്ളമൊഴിച്ചുതാ, 7 തോൽപാത്രങ്ങളിൽ നിന്ന് വെള്ളമൊഴിച്ചുതാ. റസൂലുള്ളാഹിക്ക് നിസ്കരിക്കാൻ പോണം. പനിയുടെ കാഠിന്യമാണ്. ഓരോ വക്തിലൂടെ പോയി തിരിച്ചു കടന്നു വരുന്ന പ്രവാചകന് ഒരു മഗ്രിബ് നമസ്കാരത്തിന് പള്ളിയിൽ പോയി വൽ മുർസലാത്തി ഉർഫാ എന്ന് വരുന്ന സൂറത്തോതി മഗ്രിബ് നമസ്കാരം നിർവഹിക്കുകയാ. ഇശാഇന്റെ നേരം വന്നു. ലോകത്തിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് വരണില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ അബൂബക്കറിനോട് ഇമാമ പറയണേ ആയിഷ, റസൂലേ അങ്ങില്ലാത്ത മിഹ്റാബിൽ എൻ്റെ വാപ്പാക്ക് ഇമാമ നിൽക്കാൻ കഴിയില്ല. കരച്ചിൽ കൊണ്ട് മഅ്മൂമിന് ഖിറാഅത്ത് കേൾക്കാൻ കഴിയില്ല. അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറ ആയിഷ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സ്ത്രീകളെ പോലെ ഒഴിക്കഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറില്ല ആയിഷ. പ്രിയമുള്ളവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അറിഞ്ഞോ അല്ലാഹ് ഹബീബ് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അന്നു മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഇമാമ നിൽക്കുന്നത്. വിട പറയുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ മജ്ലിസിലൂടെ കടന്നു പോകുമ്പോ അവർ വല്ലാതെ കരയുന്നുണ്ട്. കാരണം എന്തേ? മജ്ലിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ക്ലാസ് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ. എത്ര ദിവസമായി പ്രവാചകന്റെ അധ്യാപനങ്ങളെ കിട്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വിവരം പറയുമ്പോ അന്ന് ളുഹറിന് പള്ളിയിലേക്ക് വരുമെന്ന നിർദ്ദേശം കൊടുക്കുകയാ. ളുഹറിന്റെ നേരമായി മുത്തുനബി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ബോധരഹിതനായി താഴെ വീഴുകയാണ്. ബോധം വരുമ്പോ ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാ. വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്. ബോധരഹിതനായി താഴെ വീഴുകയാ. പലതവണ ബോധരഹിതനായി വീണ പ്രവാചകന് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ കാല് നിലത്ത് നിന്ന് പൊന്തിക്കാൻ കഴിയാതെ 2 ചാല് പോലെ കാണപ്പെട്ടു എന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലുണ്ട്. പുറകോട്ട് മാറാനൊരുങ്ങുമ്പോ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അവിടെ തന്നെ നിന്നോ. അബൂബക്കറിന്റെ വലതുഭാഗത്ത് തന്നെ ഒന്ന് ഇരുത്തിത്താ സ്വഹാബ. മുത്തുനബി ഇരുന്ന് നിസ്കരിക്കുകയാ. റസൂലുള്ളാഹിനെ പിന്തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സകലമാന സ്വഹാബത്തും നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ വിളി വന്നു, അയ്യുഹന്നാസ് വസബൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ മുത്തുനബിയിലേക്ക് ചാടി വീഴുകയാ. എത്ര ദിവസമായി ഈ വിളി കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട് റസൂലുള്ളാഹിന്റെ അറിവുകൾക്ക് കാതോർക്കുകയാ. ഒന്നാമത്തെ സംസാരം തൗഹീദാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഫളലുണ്ട്, അൻസാറുകളുടെ ഫളലുണ്ട്. വിട പറയുന്ന സൂചനയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പ്രവാചകനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ. പ്രിയമുള്ളവരെ, കഠിനമായ വേദന. മുഅവ്വിദത്തൈനി സൂറത്തുകൾ ഓതി കൈകളിൽ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹിന്റെ കൈകളിലോതി ഹബീബിന്റെ കൈ പിടിച്ച് തന്നെ ശരീരം ഇങ്ങനെ തടവിപ്പിക്കുകയാ. കാരണം മുത്തുനബിയുടെ കൈക്കുള്ള ബറക്കത്ത് ഒരിക്കലും എൻ്റെ കൈക്കില്ലല്ലോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 10ന്റെ ദിവസവും വന്നു. നബാത്തിയ ഖുത്ബയുടെ അടിസ്ഥാനത്തിലാ പറയണത്. റസൂലുള്ളാഹിന്റെ വീട്ടില് ഭക്ഷണം കഴിക്കാൻ 1 മണി ഗോതമ്പിന്റെ
നബിദിനത്തിന്റെ ഭക്ഷണം പോലുമില്ല. ഇഷ്ടപ്പെട്ടു പോയ പടയെങ്കി ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി കിട്ടിയ ഗോതമ്പ വിട പറയുമ്പോ റസൂലുള്ളാന്റെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇനിയോ റബീഉൽ അവ്വൽ 11 ദിവസമില്ലയോ വിളക്ക് കത്തിക്കാൻ ഒരു തരി എണ്ണയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന എണ്ണയാ ഹബീബിന്റെ വീട്ടിലോടെ കത്തിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, നിബിധനത്തിന്റെ പേര് പറഞ്ഞ് ആർഭാടകരമായ ഭക്ഷണം കൊണ്ട് ആഹ്ലാദിക്കുന്നവരോ ലൈറ്ററേജ്മെന്റുകളായി മാലബൾബുകളായി തോരണങ്ങളായി അടിച്ചു തമർക്കുന്നവർക്ക് പഠിക്കാ ഇനിയും ഹബീബിന്റെ ജീവിതം ബാക്കിയാ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ 12 ഒതുങ്ങണില്ലല്ലോ. എടവണ്ണപ്പാറയുടെ വാഴക്കാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒരു വിഭാഗം സമസ്ത തന്നെ ചേരിതിരിഞ്ഞ് നബിദിനത്തിന്റെ പേരില് ബാനർ പിടിച്ചതിന്റെ പേരില് റോട്ടിലൂടെ തമ്മിത്തല്ലി ഇസ്ലാമിനെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മഹബ്ബത്തുർ റസൂലാ, ഏത് റാലിയാ, ഏത് പായസങ്ങളാ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു തടി ഗോതമ്പിന്റെ ഭക്ഷണമില്ലാതെ ലോകത്തോടെ വിട പറഞ്ഞ സാഹചര്യങ്ങളെ നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടപ്പോ ലൈറ്ററേജ്മെന്റുകളും മാലബൾബുകളുമായി തിമിർക്കുന്നവര് ഒരു വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടായിരുന്നില്ല. ഇനിയോ ഹുതുബയുടെ അടിസ്ഥാനത്തിൽ വിട പറഞ്ഞു എന്ന് പറയപ്പെടുന്ന റബീഉൽ അവ്വൽ 12 ദിവസമില്ലയോ പുലരാൻ മടിച്ചു പോയ മദീനയുടെ പ്രഭാതമില്ലയോ. ദുഃഖസാന്ദ്രമാണ് മദീന, തളർന്നുറങ്ങുകയാണ് മദീന. ലോകത്തിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലൂടെ രോഗശയ്യയില. സുബഹിന്റെ നേരം വന്നോ, അവിടുന്ന് രോഗിയായി കിടക്കുന്ന പ്രവാചകന് പതിവിന് വിപരീതമായി എഴുന്നേറ്റിരിക്കുകയാ. തന്റെ വീടിന്റെ കർട്ടമാട്ടി സഹാബത്തിലേക്കൊന്ന് നോക്കുകയാ. കന്നഹോ വറക്കത്ത മുസ്ഹഫ്, ഒരു മുസ്ഹഫിന്റെ ഹേഡ് പോലെ പ്രശോഭിതമാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നില് ഒന്നൊഴിയാതെ സഹാബത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. റസൂലുള്ള ചിരിക്കുന്നത് കണ്ടപ്പോ സഹാബത്തിനും ആശ്വാസമായി രോഗശമനമുണ്ടെന്ന ശ്രദ്ധ മാറുന്നു എന്ന് കണ്ടപ്പോ കർട്ടൻ മാറ്റി പ്രവാചകൻ അവിടെ തന്നെ കിടക്കുകയാ. പ്രിയമുള്ളവരെ, നിന്റെ ളുഹാ സമയമാ. സഹാബത്ത് പല ഭാഗങ്ങളിലേക്കും ജോലിക്ക് പോയിരിക്കുകയാ. റസൂലുള്ളാന്റെ വീട്ടില് സ്ത്രീകളല്ലാതെ ബാക്കിയില്ലാത്ത സമയമാണ്. റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരികയാ. പ്രിയമുള്ളവരെ, ആ സന്ദർഭങ്ങളിലാണ് അങ്ങോട്ട് കടന്നു വന്ന അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അറാക്കെടുത്ത് വായിൽ വെച്ച് ചവച്ച പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ചു കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എൻ്റെ ഉമിനീരാണെന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ റൂഹ് പഠിക്കാൻ ഒരുങ്ങുകയാ. വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ എങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ മുത്തുമോള് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയണില്ല. വാ കർബാബാ, എൻ്റെ വാപ്പാക്കെന്തൊരു വേദനയാ, എൻ്റെ വാപ്പാക്കെന്തൊരു പ്രയാസമാ. കരയല്ല മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല മോളെ ഫാത്തിമ. പ്രിയമുള്ളവരെ, ആയിഷ റളിയല്ലാഹു അൻഹ പോലും ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നോ നബിയേ, വേദനിക്കുന്നോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അലമുത്അമുല്ലദീ അകൽതു ഫീ ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണിൽ ജൂദസി തന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗതി
സഖറാ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. ഇതും പറഞ്ഞ് റസൂലുള്ളാഹിന്റെ കൈകൾ മുകളിലേക്ക് ഉയരുകയാ. പ്രിയമുള്ളവരെ, ഉമ്മത്തിനോട് ഹരീസുൻ അലൈക്കും അത്യാഗ്രഹമുള്ള നബിയാ. വിളിച്ചത് ആയിഷ ഫാത്തിമ എന്നല്ല, ഉമ്മത്തി എന്ന് വിളിച്ച് നമ്മ ഓർത്തെടുത്ത ലോകത്തിന്റെ മുത്തു നബിയാ. വിട പറയുന്ന സന്ദർഭങ്ങളിൽ കൈകൾ എങ്ങനെ ഉയർത്തുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കൈകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാ. വിട പറഞ്ഞു പോയി ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. പ്രിയമുള്ളവരെ, മദീന തളരുകയാ, ആകാശ ലോകമായുള്ള ബന്ധം മുറിയുകയാ, വഹീന്റെ നാദം നിലക്കുകയാ, ദുഃഖസാന്ദ്രമാണ് മദീന. പ്രിയമുള്ളവരെ, അന്ന് സഹാബത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന ലോകത്തിന്റെ പ്രവാചകന് കടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ, അതേ സമയത്താണെന്ന് തെരുവുകളിലൂടെ ചാടുന്നത് എങ്കിൽ, പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ഖുത്ബ നടത്തിയിട്ട് ഖത്തീബ് ചോദിക്കാ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്, ഏത് കുന്നത കുലജാതന തല ഉയർത്താൻ കഴിയാ. പ്രിയമുള്ളവരെ, ദഫ്മുട്ടി ചാടിക്കളിക്കുന്നവരോട്, തക്ബീർ കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നവരോട്, അള്ളാന്റെ ഹബീബ് നൊമ്പരം അനുഭവിച്ചു പോയ റബീഉൽ അവ്വൽ 12ന്റെ ദുഹാ സമയമാണെന്ന് പറയുമ്പോ ആ സമയത്ത് അർമാദിക്കുന്നവരെ ഇത് ഓർമ്മപ്പെടുത്തിയത് അറബി ഖുത്ബയാണെങ്കിൽ എന്തേ നമ്മൾ പഠിക്കാതെ പോയി? എന്തേ പഠിക്കാതെ പോയി? അന്ന് സഹാബത്ത് ആഘോഷിച്ചതല്ല. വഫാത്തിന്റെ വിവരമറിഞ്ഞു ഓടി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ ഉമർ റളിയല്ലാഹു അൻഹു അതിനു മുമ്പേ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മുത്ത് റസൂല് വഫാത്തായി എന്ന് പറയുമ്പോ ജനാസക്കരികിൽ സലാം പറഞ്ഞിട്ട് പറയാ, എൻ്റെ റസൂല് വഫാത്തായിട്ടില്ല, കണ്ടില്ലേ എൻ്റെ നബി ഉറങ്ങിക്കിടക്കുകയാ. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാ. അവിടുന്ന് സ്വഹാബ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഉമറേ, മുത്ത് റസൂല് ലോകത്തോടെ വിട പറഞ്ഞതാ. ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി എൻ്റെ ഹബീബ് വഫാത്ത എന്ന് പറയുന്നവൻ്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. ദൂരെ നിന്ന് കുതിരപ്പുറത്ത് കടന്നു വരികയാ. പ്രവാചകന്റെ ജനാസക്കരികിൽ വന്നിട്ട് ബി അബി വഅൻത ഉമ്മി യാ നബിയല്ലാഹ്. അറബികളുടെ ഏറ്റവും വലിയ സന്തോഷ പ്രകടനമാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോ സഹാബത്ത് രണ്ട് തട്ടില. ഉമർ ദേഷ്യത്തോടു കൂടെ നിൽക്കാ. നേരെ മിമ്പറിലെ കോടിക്കയറി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്ത് റസൂൽ ലോകത്തോട് വിട പറഞ്ഞു. ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിക്കുമ്പോ തളർന്ന് കരഞ്ഞില്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, റസൂലില്ലാത്ത മദീന കാണാൻ വയ്യാ എന്ന് പറഞ്ഞു. അവിടുന്ന് ബിലാൽ പോലും നാട് നിന്ന് മറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ എങ്ങനെയാ ആഘോഷിക്കാനും സാധ്യമാകുന്നത്? ഖുത്ബയിൽ പറഞ്ഞതല്ലേ, അറിയിച്ചു തന്നതല്ലേ. എന്നിട്ടും പ്രിയമുള്ളവരെ, ഇനി കൂടുതലൊന്നും ഞാൻ സംസാരിക്കണില്ല. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശാലമായൊരു തലം ഇനി 13-ാം തീയതി പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. മാലമൗലിദുകൾ, ഈ ജന്മദിനത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നവരെ, പ്രിയമുള്ളവരെ, മദ്ഹ് പറയുന്നതിനെ മുജാഹിദുകളെതിരല്ല, മദ്ഹ് പറയുന്നതിനെ സലഫികളെതിരല്ല. മദ്ഹിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞപ്പോൾ മൗലിദിലെ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറഞ്ഞവനാണെന്ന് സിദ്ദീഖ് മൗലിദിലൂടെ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എഴുതി വച്ചിട്ടുണ്ട്. അള്ളാൻ്റെ ഹബീബിനെ പറ്റി പറയാൻ പറ്റുമോ? അത് അള്ളാൻ്റെ റസൂലിനെ മീറാജിൽ 51-ാമത്തെ വയസ്സിലുണ്ടായ മീറാജിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ടാണ് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളവിടെ റസൂല് മീറാജ് പോകുമ്പോൾ കോണി വഴുതി താഴേക്ക് വീണപ്പോൾ മൊയ്തീൻ ഷേഖ് ഷോൾഡർ കാണിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തി എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൗലിദ് കിതാബിൽ മൊയ്തീൻ ഷേഖും റിഫായി ഷേഖും തമ്മിൽ തല്ലുന്നവരാണെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൗലിദ് കിതാബുകളിൽ അറബി ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണില്ല. അങ്ങനെ
ഇസ്ലാമിന് നിരക്കാത്തതും എന്തിനേറെ ജീവൻ വരെ സമർപ്പിക്കാൻ തയ്യാറായി റസൂലും സഹാബത്തും നേടിയെടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ തകർത്ത മുത്തനബിയോട് നേർക്കുനേരെ പാപങ്ങളെ പുറത്തു തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ നബിയോട് ചോദിക്കുന്നവർ അല്ലാ എന്ന് വിളിക്കുന്നതിന് പല ആക്ഷനുകൾ കാണിച്ച് നിങ്ങൾ ഹാസ്യമാക്കി ബുർദയുടെ പേരിട്ട് വിളിക്കുമ്പോൾ അത് ഞങ്ങളുടെ നബിയുടെ മാർഗമല്ല. റോഡ് തടസ്സമാക്കലും റോഡിൽ മുദ്രാവാക്യം വിളിക്കലും ഞങ്ങളുടെ ഹബീബിൻ്റെ പാതയല്ല. ഹബീബിനെ നെഞ്ചിലേറ്റാൻ, മുത്തുനബിയെ സ്വീകരിക്കാൻ, അള്ളാഹിൻ്റെ റസൂലിനെ പിന്തുടരാൻ ശ്രദ്ധിക്കണേ എന്ന് മാത്രം നിങ്ങളുടെയൊക്കെ ശ്രദ്ധകളിലൂടെ കൊണ്ടുവന്ന് പ്രിയമുള്ളവരെ അള്ളാഹിൻ്റെ ഹബീബിനെ, ആ ആദർശത്തിനെ തകർക്കല്ലേ. മുത്തുനബി സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് പറയുന്നവരോട് മുജാഹിദുകൾക്ക് പറയാനുള്ളത്, അള്ളാഹിൻ്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. കാരണം അള്ളാഹിൻ്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനല്ല. ആകാശലോകമായി ബന്ധമുള്ള നബിയ, വഹിയുള്ള നബിയ, മുഅ്ജിസത്തുള്ള നബിയ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ മുജാഹിദുകൾ. പക്ഷേ സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിച്ചപ്പോൾ അതിന് ഞങ്ങൾ എതിർത്തു. റസൂലുള്ളാഹിൻ്റെ മുടിയുടെ പേര് പറഞ്ഞ് ഏതോ മുടിക്കെട്ട് കൊണ്ടുവന്നതിനെ ഞങ്ങൾ അനുകൂലിച്ചില്ല. സ്വലാത്ത് ചൊല്ലാത്തവരാണ് നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ധാരാളം സ്വലാത്ത് കൊണ്ടാണ്. അത് കോഴിക്കോട് നിന്ന് പഠിപ്പിച്ച സ്വലാത്തല്ല, തമിഴ്നാട് നിന്ന് പഠിപ്പിച്ച സ്വലാത്തല്ല. മുത്തുനബിയുടെ റിസാലത്തിൻ്റെ പൂച്ചുണ്ടുകൊണ്ട് അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ച സ്വലാത്തുകളെ ധാരാളമായിട്ട് ചൊല്ല. ഔലിയാക്കളെ, ശുഹദാക്കളെ, മഹാന്മാരെ ബഹുമാനിക്കണേ, ആദരിക്കണേ. പക്ഷെ ആരാധന അള്ളാഹ്ക്ക് കൊടുക്കണമെന്നാൽ ഔലിയാക്കളുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് മഹത്വമുണ്ട്, അവർക്ക് കറാമത്തുണ്ട്. പക്ഷേ കറാമത്ത് വിറ്റ് പൈസക്കാനുള്ളതല്ല, കറാമത്ത് കണ്ടോരോട് ചോദിക്കാനല്ല, അവർക്ക് കറാമത്ത് നൽകിയ അള്ളാഹിനോട് ചോദിക്കാനാണ് അള്ളാഹിൻ്റെ ദീന് പറയുന്നത്. ഇങ്ങനെ വിഷയങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കാൻ, പഠിക്കാൻ പ്രിയമുള്ളവരെ 24 മണിക്കൂർ നിങ്ങൾക്ക് ദീന് പഠിക്കാൻ കഴിയുന്ന പീസ് റേഡിയോ പ്ലേ സ്റ്റോറുകളിൽ ഒരു ദിവസം മൊത്തം വർക്ക് ചെയ്താലും കേവലം 10 MB മാത്രം ചിലവാകുന്ന രീതിയിൽ 24 മണിക്കൂർ ദീനിനെ കൈകാര്യം ചെയ്യുന്ന പീസ് റേഡിയോ സംവിധാനങ്ങളിൽ യൂട്യൂബുകളിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരുപാട് സലഫി പണ്ഡിതന്മാരുടെ വിസ്ഡം ചാനൽ ഉൾപ്പെടെ അൽഹംദുലില്ലാ ഒരുപാട് സംവിധാനങ്ങളിൽ മതമറിയാൻ, കേൾക്കാൻ, അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ ഒക്കെ സംവിധാനങ്ങൾ ഒരുപാട് ഓൺലൈൻ മീഡിയ സേവന രംഗങ്ങളിലുണ്ട്. അതൊക്കെ കേട്ട് പഠിച്ച് ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കീഴിൽ ഖുർആൻ സ്റ്റഡി സെൻ്ററുകളിൽ പോയിരുന്ന് പഠിച്ച് പ്രായങ്ങളെ വകവെക്കാതെ എൻ്റെ സ്വർഗത്തിൽ പരലോകത്ത് ഞാൻ ഒറ്റപ്പെടുന്ന നാളിൽ രക്ഷപ്പെടണമെന്ന ചിന്തയോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാമേവരെയും ഒരുമിച്ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകളാക്കി മാറ്റല്ല അല്ലാഹ്, മാറ്റല്ല അല്ലാഹ്. അള്ളാഹുവേ, ഓരോ ദിവസവും 17 തവണ നിൻ്റെ മുന്നിലെടുക്കുന്ന പ്രതിജ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആദർശത്തെ നെഞ്ചിലേറ്റി പൂർണ്ണമായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.